യൂസർ വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ WRV ആണ്. 2017 മോഡൽ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. വേരിയന്റ് വരുന്നത് VX ആണ് വരുന്നത്. വേറെയുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം ഇത് ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ വണ്ടിയുടെ സ്ക്രാച്ച്, ഡെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളെ എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2017 മോഡല് ഹോണ്ടയുടെ WRV ആണ് വരുന്നത്. 1.2 പെട്രോൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. VX ആണ് വേരിയന്റ് വരുന്നത്. ഒരു ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. സൺപ്രൂഫ്, അലോയ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ് വരുന്നത് 2032 6 മാസം വരെ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് 2025 8 മാസം വരെ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഏകദേശം ID വാല്യൂ വരുന്നത് 4,60,000 രൂപ ID വാല്യൂ വരുന്ന ഒരു വണ്ടിയാണ്. ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമുക്ക് ആദ്യം തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്ന് നോക്കാം. പിന്നെ കൂടുതലായിട്ടുള്ള നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. എല്ലാം നോക്കാൻ നേരത്ത് വേറെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടേക്കാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ബമ്പറിന് വേറെ പൊട്ടറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നീറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. വീലാർച്ച് നോക്കാം. വീലാർച്ചാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ടയർ ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല 4 ടയറും പുതിയ ടയറാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അലോയ് കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡോർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റാണ്. വേറെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടി വരുന്നില്ല. 4 ടയറും പുതിയ ടയറാണ് കിടക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് നോക്കാൻ നേരത്ത് ബാക്ക് സൈഡിലെ ബ്രേക്ക് ലാമ്പും കാര്യങ്ങളൊന്നും പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡിലും പൊട്ടലും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ബമ്പറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലാത്ത സ്ക്രാച്ച് പോകണില്ലാത്ത നീറ്റ് വണ്ടിയാണ്. ഇവിടുത്തെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ സൈഡിലൂടെ ഒന്ന് പരിചയപ്പെടാം. നല്ല നീറ്റായിട്ടുള്ള ഇന്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ വരുന്നുണ്ട്. മിററിൻ്റെയും പവർ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് നോക്കാൻ നേരത്ത് നല്ല നീറ്റായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടി മാനുവലാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി നമ്മൾ ഓണാക്കിയപ്പോൾ തന്നെ 35,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മളതെല്ലാം ചെക്ക് ചെയ്തായിരുന്നു. AC ഒക്കെയാണല്ലോ നല്ല കൂളിംഗ് ആണ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. AC ഒക്കെയാണല്ലോ നല്ല കൂളിംഗ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺപ്രൂഫ് വരുന്നുണ്ട്. ടോപ്പ് മോഡൽ വണ്ടിയാണ്. എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആവുന്നൊക്കെ ഉണ്ട്. അതിനുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്യാം. ഫ്ലോറൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റാണ്. ഒന്നും പറയാനില്ല വണ്ടിക്ക്. കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എന്തായാലും നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും പവർ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ ആണെങ്കിലും വേറെയുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് വർക്ക് കീറലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. അതൊക്കെ നോക്കുമ്പോഴാണെങ്കിലും മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു 2017 വണ്ടി എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. അതായത് നമുക്ക് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിയേക്കാം. അത് നല്ല നീറ്റാണ്. അതൊന്ന് തുറന്ന് നോക്കിയേക്കാം. ടൂൾ ബോക്സ്, സ്പെയർ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം പക്കാ തന്നെയാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 6,10,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ.
ഈ 2017 മോഡൽ ടോപ്പ് മോഡൽ വണ്ടിക്കൊക്കെ മിക്ക ആൾക്കാരും ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6,80,000 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 6,10,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളാഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് കൂട്ടിച്ചേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ.